ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും തൃശൂരും ടെസ്റ്റ് മുടങ്ങി. കൊച്ചിയിൽ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ടെസ്റ്റിന് ആരും എത്തിയില്ല. സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരുന്നുവെങ്കിലും CITUവിന്റെ ഒരു വിഭാഗം പ്രതിഷേധ രംഗത്ത് ഉണ്ട്. പുതിയൊരു ജിയോ ഇറങ്ങിയെടുക്കുകയാണ്. ആ ജിയോയിൽ പറയണത് പെഡലില്ലാത്ത വണ്ടികളിൽ പഠിപ്പിക്കണം, ടെസ്റ്റ് കൊടുക്കണം, ഒരു വണ്ടി കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 4/2024 കൂടുതൽ ദോഷം ചെയ്യണ സർക്കുലർ ജിയോ ആണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും നമുക്ക് സമരത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന്, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന്, ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി എന്നിവരാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങാനിടയായ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങളുമായി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. അഖിൽ ഷാ അൻസാർ, തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നേരത്തെ മുടങ്ങിയതാണ്. ചില അനുനയ നീക്കങ്ങൾ സർക്കാർ നടത്തിയിരുന്നു. CITU ഈ സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഒരു വിഭാഗം ഇപ്പോഴും സമരത്തിലുണ്ടെന്ന് അറിയുന്നു. ടെസ്റ്റിനാരും എത്തിയില്ലേ, അതോ ടെസ്റ്റ് നടത്താൻ തയ്യാറല്ല എന്ന തീരുമാനത്തിലേക്ക്, ഈ ടെസ്റ്റിൽ പങ്കെടുക്കില്ല എന്ന് ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ തീരുമാനിക്കുകയായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മുട്ടത്തറയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ്. ഒരു ഗ്രൗണ്ടും അതുപോലെ തന്നെ ഇതിനടുത്തായി തന്നെയാണ് ഈ റോഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് 20 പേരാണ് ടെസ്റ്റിനായി 20 പേർക്കാണ് ടെസ്റ്റിനായി സ്ലോട്ട് കൊടുത്തിരുന്നത്. ആ 20 പേരുടെയും ടെസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല. രാവിലെ ഒരാൾ എത്തിയിരുന്നു, പക്ഷേ അയാളെ പ്രവേശിപ്പിക്കാനായി ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളൊന്നും സമ്മതിച്ചിട്ടുമില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CITU ഈ 23-ാം തീയതിയുള്ള ചർച്ചയ്ക്ക് ശേഷമാകും തുടർ സമരങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അതുവരെ താത്കാലികമായി സമരം പിൻവലിക്കുന്നു, ഈ ബഹിഷ്കരണം പിൻവലിക്കുന്നു എന്ന് അറിയിച്ചിരുന്നു. അത് സംസ്ഥാന നേതൃത്വമാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഇവിടെ നടക്കുന്ന പ്രതിഷേധത്തിലും CITUവിന്റെ നേതാക്കൾ, CITUവിന്റെ ജില്ലാ നേതാക്കളടക്കം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ബഹിഷ്കരണം നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഒരു MBA ഉദ്യോഗസ്ഥൻ ഇവിടെ ടെസ്റ്റ് നടത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് അല്പസമയം മുമ്പ് ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥനാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. ചേച്ചി, എന്തായിരുന്നു നിങ്ങളുടെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിന്യൂവൽ നടത്താനായിട്ട് ഒരാള് അവിടെ വന്നു. അവര് പറയുന്നു ഉദ്യോഗസ്ഥനാണെന്ന്. ഏത് ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി, വേണു സാറിനെ കാണാൻ വന്ന ആളാ. വേണു സാറിനെ കാണാൻ വന്ന ആളിന് വേണു സാറിന് ഓഫീസിൽ ക്യാബിനുണ്ട്, അവിടെ പോയി കാണാം. ഇവിടെ അല്ല കാണേണ്ടത്. അങ്ങേരെ റിന്യൂവൽ നടത്താൻ വേണ്ടി ടെസ്റ്റിന്റെ ഷീറ്റ് ഞാൻ കണ്ടതാ. അയാളുടെ ഫയലില് അയാളുടെ ടെസ്റ്റ് ഷീറ്റ് ഞാൻ കണ്ടതാ. ആ ടെസ്റ്റ് ഷീറ്റും കൊണ്ട് അയാൾ അകത്ത് കയറിയപ്പോൾ പോലീസുകാർ അവരെ അകത്ത് കടത്തി വിട്ടു. ഞങ്ങൾ 4 ദിവസം കൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് ഈ പൊരിയണ വെയിലത്തിൽ ഞങ്ങൾ ഈ കിടന്ന് സമരം ചെയ്തത്. ഇന്നാണ് നമ്മളൊരു സമരപ്പന്തൽ പോലും കെട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഈ പൊരിയണ വെയിലത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും നേരം നമ്മൾ പ്രക്ഷോഭിച്ചത്. ഇതിനെല്ലാം കടത്തി വെട്ടിയിട്ട് അവർ പറയുന്ന ന്യായത്തിൽ, അതായത് അവരിപ്പം പുതിയ ഒരു നിയമം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്യുവൽ ക്ലച്ച് ഇല്ലാത്ത വാഹനത്തിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് കയറ്റാൻ പാടുള്ളൂ. ഇവര് സമ്മതിക്കുമോ? ഇവരൊരു വണ്ടി എടുത്തിടുവോ? ഞങ്ങൾ പിള്ളേരെ പഠിപ്പിച്ച് അവര് ക്ലച്ചും ബ്രേക്കും ചവിട്ടാത്ത രീതിയിൽ ഞങ്ങൾ പിള്ളേരെ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവിട്ട് കൊടുക്കാം. അവർ വണ്ടി എടുത്തിട്ടെ ഞങ്ങൾ കൊണ്ടുവിടാൻ തയ്യാറാണ്. ആ കുട്ടികളുടെ ഉത്തരവാദിത്തം MBD ഏറ്റെടുക്കണം. അല്ല, ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല. ഇല്ല, ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കത്തില്ല. ഇനി എന്തൊക്കെ വന്നാലും ശരി, നമ്മൾ സമ്മതിക്കത്തില്ല. ഇത്തരത്തിലാണ് ഗോപികൃഷ്ണൻ. അതായത് ടെസ്റ്റ് നടത്താൻ അനുവദിക്കത്തില്ല. ഇപ്പോഴും അവരുടെ നിലപാട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണങ്ങളോ അല്ല. അത് പൂർണ്ണമായി ആ സർക്കുലർ, ആ ഉത്തരവ് പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ആവശ്യപ്പെടുന്നത്. CITUവിന്റെ ജില്ലാ നേതൃത്വം അത് തന്നെയാണ് പറയുന്നത്. നിലവിൽ ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ട് സർക്കുലർ പുറത്തിറങ്ങിയാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പൂർണ്ണമായും ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെ അവരുടെ സമരം തുടരുമെന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. ശരി, ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ ഡ്രൈവിംഗ് സ്കൂൾ, അവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോഴും അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ ഒരാൾ മാത്രമാണ് ടെസ്റ്റിന് എത്തിയത്, അയാളെ പ്രവേശിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, കനത്ത ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നു എന്നതാണ് അഖിൽ ഷാ അൻസാർ നൽകുന്ന വിവരം. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്നും, സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും, ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും നമ്മളോടൊപ്പമുണ്ട്. തൃശ്ശൂരിൽ എന്താണ് അവസ്ഥ സൂരജ്? ഇതേപോലെ തന്നെ സമരക്കാർ ആരെങ്കിലും ടെസ്റ്റിന് വേണ്ടി എത്തിയിരുന്നോ? സമരക്കാർ അവരെ കടത്തിവിടാത്തതാണോ? ഇനി ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെ സമരം ചെയ്യുമെന്ന നിലപാടിലാണോ?
ഗോപികൃഷ്ണൻ, തൃശ്ശൂരിൽ ആരും തന്നെ ഈ ടെസ്റ്റിന് എത്തിയിരുന്നില്ല. പക്ഷേ സമരം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ സംഘടിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവർ പറയുന്നത് ഈ പുതിയ സർക്കുലർ പുറത്തിറങ്ങുമ്പോൾ തങ്ങൾക്ക് ആശ്വാസകരമാകും എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യം അറിയിച്ചത്. പക്ഷേ രണ്ടാമത്തെ സർക്കുലർ പുറത്തിറങ്ങിയതോടുകൂടി തങ്ങളുടെ പ്രതിസന്ധി ഇരട്ടിയായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഈ ക്ലച്ചും ബ്രേക്കും അടങ്ങുന്ന ഡുവൽ സംവിധാനം ഒഴിവാക്കണം, അതായത് 2 ക്ലച്ച് 2 ബ്രേക്ക് എന്ന സംവിധാനം ഒഴിവാക്കണം എന്ന നിർദ്ദേശം അത് അശാസ്ത്രീയമാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല തങ്ങളുടെ ഉൾപ്പെടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് ഇറങ്ങിയ സർക്കുലർ വളരെ അശാസ്ത്രീയമായ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ആരും തന്നെ എത്തിയിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക, 2 സർക്കുലറും പിൻവലിക്കണം എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനമായ ആരോപണം ഇപ്പോൾ ഇത്തരത്തിൽ ഈ സർക്കുലർ ഇറക്കുന്നതിന് പിന്നിൽ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം സാധാരണക്കാരായ ആളുകളാണ് ഈ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സർക്കാർ ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നുകൂടി ഒരു ആരോപണം ഈ ഘട്ടത്തിൽ ഇവർ മുന്നോട്ട് വെക്കുകയാണ്. ഗോപികൃഷ്ണൻ, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പം ചേരുന്നു മലപ്പുറത്ത്. ഷഹദ്, മലപ്പുറത്തെ സാഹചര്യവും ഇതുപോലെ തന്നെയാണോ? ആളുകൾ എത്തിയിട്ടില്ലേ? സമരം എത്രത്തോളം ശക്തമാണ്? മലപ്പുറത്ത് സമാനമായ സാഹചര്യം തന്നെയാണ് ഗോപി. കാരണം ആരും തന്നെ ഇതിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ടെസ്റ്റിനായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ സാധാരണ വലിയ രീതിയിൽ ആളുകൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് 30 പേർക്ക് ഇതിനായുള്ള അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ആരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നാമമാത്രമായിട്ടുള്ള ഈ പ്രതിഷേധക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യ ഘട്ടത്തിലൊക്കെ CITU ശക്തമായി പ്രതിഷേധത്തിനുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ മന്ത്രിയുടെ വിവാദ പ്രസ്താവനയൊക്കെ അതിൽ CIT വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ മലപ്പുറത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയ ശേഷം അതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് നോക്കാം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുന്ന സാഹചര്യം മലപ്പുറത്ത് എങ്ങനെയാണെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.